കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണമെന്നും കോവിഡ് ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും നടപടികളും തടസ്സമാകുന്നുവെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിലാണ് കെ.എൻ. ബാലഗോപാൽ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും പ്രീ ബജറ്റ് ചർച്ചയിൽ ദില്ലിയിൽ നടന്ന പ്രീ ബജറ്റ് ചർച്ചയിലാണ് കേരളം ഈ രീതിയിൽ 24,000 കോടിയുടെ ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് അത് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. കാരണം മനുഷ്യ വിഭവ വികസനം, അതോടൊപ്പം തന്നെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സ്റ്റാർട്ടപ്പ്, നൂതനത്വം തുടങ്ങിയ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായ നിലയിലുള്ള നേട്ടങ്ങൾ കേരളത്തിനുണ്ട്. അവ നിലനിർത്തുന്നത് കൂടുതൽ സഹായകരമാകുന്ന രീതിയിലാണ് ഈ ഒരു സാമ്പത്തിക സഹായം സംസ്ഥാനം ആവശ്യപ്പെടുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രീ ബജറ്റ് ഡിസ്കഷനിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5,000 കോടിയുടെ വിസിൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മൂലധന നിക്ഷേപ മേഖലയിൽ കേരളം ഗണ്യമായ മുന്നേറ്റമാണ് നടത്തുന്നത്. അതിന് ഉതകുന്ന തരത്തിലാണ് ഈ ഒരു പാക്കേജ്, വിസിൽ പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് സിൽവർ ലൈനിന് അനുമതി നൽകണം എന്നുള്ളതാണ്. കാരണം സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് എല്ലാ അനുമതികളും ലഭ്യമാകണം. വർദ്ധിച്ചു വരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ നിലയിൽ നിറവേറ്റാൻ നിലവിലെ റെയിൽ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിവേഗ പാതയുടെ നിർമ്മാണത്തിന്റെ ആവശ്യകത അതിന്റെ ആവശ്യകതയാണ് ബോധ്യപ്പെടുത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ഈ ഒരു ആവശ്യവും പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണറേറിയങ്ങൾ ഉയർത്തണം എന്നുള്ള ഒരു ആവശ്യവും ഇതിനൊപ്പം തന്നെ സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.